മക്കൾ തെരുവിൽ കിടന്ന ആരുമില്ലാതെ അവരെ എത്രത്തോളം സന്തോഷം കൊടുക്കാമോ അത്രത്തോളം സന്തോഷം കൊടുക്കാനായിട്ട് എല്ലാ വർഷവും ഓണാഘോഷം എല്ലാ പരിപാടികളോടും കൂടി എന്ന് പറഞ്ഞാൽ ഓണത്തിനോടനുബന്ധിച്ച് എന്തെല്ലാം കലാപരിപാടികളുണ്ടോ അതെല്ലാം ഈ മക്കൾ സന്തോഷത്തിന് വേണ്ടി ചെയ്യും. ഒട്ടനവധി മാനസിക പ്രതിസന്ധി നേരിടുന്ന ഒട്ടനവധി പേര് ഇവിടെ ഉണ്ട്. അവരുടെയൊക്കെ ഇപ്പം നമ്മളാണേലും പലരെയും വിളിച്ച് ഇവിടോട്ട് സഹായം അഭ്യർത്ഥിക്കാറുണ്ട്. നാടാകെ ഓണം മൂഡിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തലവടിയിലെ സ്നേഹഭവൻ അഗതി മന്ദിരത്തിലാണ്. ഇവിടെ 121ഓളം അന്തേവാസികളുണ്ട്. അവരെല്ലാം ഭൗതിക വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിക്കാരായ ആളുകളാണ്. ഇന്ന് ഇപ്പോൾ തിരുവോണ ദിവസം അവിടെ വിപുലമായ ഓണപരിപാടികളൊക്കെ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഒരു മാവേലി ഒരുങ്ങിയിട്ടുണ്ട്. എന്നാലും മാവേലി ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എല്ലാവരും പരിപാടികളിലൊക്കെയാണ്. അവർക്കുള്ള ക്രമീകരണങ്ങൾ, ഉച്ചഭക്ഷണം, സദ്യയൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടുത്തെ നടത്തിപ്പുകാരൻ ജോണി, എന്താ എത്രത്തോളം വൈബിലാണ് ഇവിടുത്തെ ഓണാഘോഷം? ഇതിപ്പം എല്ലാ വർഷവും നമ്മൾ ഈ മക്കൾ തെരുവിൽ കിടന്ന ആരുമില്ലാതെ അവരെ എത്രത്തോളം സന്തോഷം കൊടുക്കാമോ അത്രത്തോളം സന്തോഷം കൊടുക്കാനായിട്ട് എല്ലാ വർഷവും ഓണാഘോഷം എല്ലാ പരിപാടികളോടും കൂടി എന്ന് പറഞ്ഞാൽ ഓണത്തിനോടനുബന്ധിച്ച് എന്തെല്ലാം കലാപരിപാടികളുണ്ടോ അതെല്ലാം ഈ മക്കൾ സന്തോഷത്തിന് വേണ്ടി ചെയ്യും. ഇപ്പോൾ 24ാമത്തെ വർഷത്തിലേക്കായിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയുടെ നാനാഭാഗത്തുള്ള മക്കളാണിത്. അത് നമ്മുടെ കളക്ടർമാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും കോടതിയും ഒക്കെയാണ് ഇവിടെ എത്തിക്കുന്നത്. ഇവരെ നമ്മൾ ഇവിടെ വന്ന് പരിപാടിച്ച് നല്ല മൃഗന്മാരായി ഇരിക്കുന്നതുപോലെ ഇവരെ കിട്ടിയത് വെറും പ്രാകൃതമായി വളരെ മോശമായിട്ട്. പിന്നെ ഡോക്ടർമാരുടെ നല്ല സേവനം ഇവിടെ ഉണ്ട്, നേഴ്സുമാരുടെ സേവനം. അപ്പോൾ അവർ പരിശോധിച്ചിട്ട് സുഖമായി കഴിയുമ്പോൾ ഇവരുടെയിൽ നിന്ന് തന്നെ അഡ്രസ്സ് കിട്ടി നമ്മൾ മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ബീഹാർ, ബോംബെ അങ്ങനെ നൂറുകണക്കിന് പേരെ അതെല്ലാം ഗവൺമെൻറ് സംവിധാനത്തിൽ കൂടി തന്നെ ഗവൺമെൻറ് പ്രത്യേക പദ്ധതി പ്രകാരം അവിടുന്ന് ആൾക്കാർ വന്ന് നമ്മളവരെ ഏൽപ്പിച്ച് നമ്മുടെ പോലീസും അവിടുത്തെ പോലീസും ഒക്കെ ബന്ധപ്പെട്ട് അവരെ വീട്ടിലെത്തിക്കും. അങ്ങനെ വലിയ ഏറ്റവും കൂടുതൽ ആൾക്കാരെ വീട്ടിലെത്തിക്കാൻ പറ്റിയ ഒരു ചാരിതാർത്ഥ്യം ഓണപരിപാടികൾ ഇവിടെ കസരകളിയുണ്ട്. പിന്നെ മാവേലി ഒരുക്കി ഞങ്ങൾ മാവേലിയായിട്ടൊരു ഉല്ലാസയാത്രയുണ്ട്. പിന്നെ കസരകളി, പിന്നെ നാരങ്ങ സ്പൂണിൽ വെച്ചുകൊണ്ട് നടക്കുന്ന പരിപാടി, ബിസ്ക്കറ്റ് ഇങ്ങനെ കളിക്കുന്ന പരിപാടി, പിന്നെ വള്ളംവലി, ഇങ്ങനെല്ലാം മക്കളെല്ലാം നല്ല ഹാപ്പിയാണ്. ഇത് കഴിയുമ്പം ഓണസദ്യ എല്ലാം ഇടയ്ക്കകത്തിട്ട് എല്ലാം നല്ല രീതിയിൽ അവർക്ക് ഓണസദ്യ എല്ലാം കൊടുക്കും. ഇതാണ് ഇവിടുത്തെ. പിന്നെ വെള്ളപ്പൊക്കത്തിന് വലിയ പ്രളയത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾക്ക് അരയ്ക്ക് താഴെ വെള്ളമായിരുന്നു. അത് കെട്ടിടത്തിൽ മുഴുവൻ വെള്ളമായിരുന്നു. അപ്പം മേലെ കയറി. അപ്പോൾ അതിനൊക്കെ അതിജീവിക്കാൻ ദൈവം ഒത്തിരി പ്രചോദനം തന്നു. ദൈവം അതെല്ലാം കാത്തു പരിപാലിച്ചു. എല്ലാ 14 വെള്ളപ്പൊക്കവും പ്രളയത്തിന് ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. ഈ വെള്ളപ്പൊക്കത്തിനും ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. അതൊക്കെ ഇങ്ങനെ തള്ളം ചെയ്ത് നല്ല ബാധ്യതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ നമ്മുടെ പഞ്ചായത്ത് അംഗം കൂടെ നമ്മളോടൊപ്പം ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ ഒരു സഹായിയും നമ്മുടെ ഒരു സുഹൃത്തും അജിത്തേട്ടാ, ഇവിടുത്തെ ഒരു ഓണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിലൊക്കെ വെള്ളമായിരുന്നു, അതുകൂടാതെ ഇവിടെയും വെള്ളമായിരുന്നു. ഈ സ്നേഹഭവനിലേക്ക് ഓണം എങ്ങനെയാണ് ഇവിടെ നിങ്ങൾ ആഘോഷിക്കുന്നത്? കുട്ടനാട് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു പ്രദേശമാണ്. പ്രളയം ഉണ്ടായാൽ ആദ്യം വെള്ളം കയറുന്ന പ്രദേശമാണ് തലവടി. കഴിഞ്ഞ 25 വർഷമായി സ്നേഹഭവനിലെ അന്തേവാസികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന ഫ്രണ്ട്സ് 11 തലവടി എന്ന് പറയുന്ന ക്ലബിൻ്റെ കൂട്ടായ്മയാണ്. കഴിഞ്ഞ 25 വർഷം സ്വദേശത്തുള്ളവരും വിദേശത്തുള്ളവരും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് രാവിലെ അവർ ഒരുമിച്ചെത്തി ഇവിടെ ഉള്ളവർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷമേ അവർ ഒരു 25 വർഷമായി തുടർന്നു വരും. അതുപോലെ തന്നെ പ്രളയം നമ്മളെ നല്ലപോലെ ബാധിച്ചു. ഒട്ടനവധി മാനസിക പ്രതിസന്ധി നേരിടുന്ന ഒട്ടനവധി പേര് ഇവിടെ ഉണ്ട്. അവരുടെയൊക്കെ ഇപ്പം നമ്മളാണേലും പലരെയും വിളിച്ച് ഇവിടോട്ട് സഹായം അഭ്യർത്ഥിക്കാറുണ്ട്. യാതൊരു മടിയും കൂടാതാണ് ഇതിൻ്റെ നടത്തിപ്പുകാരനായ ജോൺ കുടിച്ചാൻ അവരെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ടുന്ന പരിപാലനം ചെയ്ത് ഇവിടെ ഉള്ളവരാണെങ്കിൽ തന്നെ ഇവരുടെ സഹായികളാണെങ്കിലും നേഴ്സുമാരാണെങ്കിലും മറ്റെല്ലാവരും വളരെ നല്ല ആത്മാർത്ഥമായ സ്നേഹത്തോടു കൂടിയാണ്, വളരെ ഓണം മൂഡിലാണ്, വളരെ സന്തോഷകരമായാണ് ഇവിടെ കഴിഞ്ഞത്. മോളെ പേരെങ്ങനെ? മേരി ജോബി. ഒരു പാട്ട് പാടോ, ഓടപ്പാട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട്. നാണമെന്ന് തോന്നുന്നു. എന്തായാലും ഈ എല്ലാവരും വലിയ ഓണം മൂഡിലാണ്. ഇനിയിപ്പോൾ അവര് സദ്യയിലേക്കൊക്കെ പോകാൻ പോവാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം പറഞ്ഞ് അവസാനിപ്പിക്കാം. ലേഷ് കാന്യാവിനൊപ്പം ജോസി ബാബു, മീഡിയ ആലപ്പുഴ.